ഹായ് അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ റെജിന. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് നോർമലായിട്ടുള്ള ഒരു കുർത്തി എങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെയാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങും 4ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷോൾഡർ 14 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫായിട്ട് ഞാൻ 7 മാർക്ക് ചെയ്തു. ആം ഹോളും എനിക്ക് വരുന്നത് 7 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പായിട്ട് അങ്ങനെ 7.5 ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പുറത്തും മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മുകളിലത്തെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ലൈൻ വരയ്ക്കാം നമുക്ക്. എനിക്ക് ചെസ്റ്റ് വരുന്നത് 36 ആണ്. അപ്പോൾ ഇതിന് 4ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ് വരുന്നത്. പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 11 മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചസ് സീം അലവൻസ്, അതാണ് ഒന്നുകൂടി കാണിക്കുന്നത്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. മുകളിലത്തെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് അത് കണക്കൂട്ടരുത്. ബാക്കി 7 ഇഞ്ചസിൻ്റെ സെൻറ്റർ 3.5 വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ അകത്തോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് ആം ഹോളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇത് വീഡിയോയിൽ അത്ര ക്ലിയറായി കാണുന്നില്ല എന്നുകൊണ്ട് അത് ഇത്തിരിയും കൂടി ഡാർക്കായിട്ട് ഞാനൊന്ന് വരച്ച് കാണിക്കുകയാണ്. ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം അതിൽ മാർക്ക് ചെയ്യേണ്ടത് സെൻറ്റർ പോർഷൻ 3.5, അതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ 4 ഭാഗം 9 ആണ്, പ്ലസ് 2 ഇഞ്ചസ്. അപ്പോൾ അതൊന്ന് ഡാർക്കാക്കി കാണിച്ചാണ്. എന്നതിന് ശേഷം നമ്മുടെ ആം ഹോൾ കർവ് സ്കെയിൽ എടുക്കുക. നമ്മൾ ഈ സെൻറ്റർ പോർഷനും ചെസ്റ്റിൻ്റെ 4th പാർട്ടും കൂടിയിട്ട് രണ്ടും മുട്ടുന്ന പോലെ ഇത് ഈ കർവർ വെച്ചിട്ട് ഒന്ന് കർവ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഇത് കണ്ടോ, ആ ടിപ്പ് പോർഷനാണ്. അവിടെ മുകളിൽ ഷോൾഡർ സ്ലോപ്പ് വരുന്നില്ലേ, അവിടെ വെച്ചിട്ട് അതും അകത്തോട്ടേക്കുള്ള 1/4 ഇഞ്ചും എവിടെയാണോ ജോയിൻ്റായി മുട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഈ വീഡിയോയിൽ കാണാൻ ഇത് രണ്ടും ജോയിൻ്റ് ആവണ പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അകത്തോട്ടേക്കുള്ളത് ഫ്രണ്ട് ആം ഹോളും ഇത് ബാക്ക് ആം ഹോളുമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. 1/4 ഇഞ്ച് നമ്മൾ അകത്തോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് സൈസാണ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റിൻ്റെ 4th പാർട്ടും ഈ സെൻറ്റർ പോർഷനും കൂടി മുട്ടുന്ന പോലെ ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. ഇത് ബാക്ക് ആം ഹോൾ. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി നമ്മൾ സ്കെയിലിൽ ടിപ്പ് പോർഷൻ എടുത്തിട്ട് സ്ലോപ്പിൻ്റെ അവിടെ കണക്ട് ചെയ്തിട്ട് അത് രണ്ടും കണക്ട് ചെയ്യണ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതും കണക്ട് ചെയ്യണ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ വേസ്റ്റും ഹിപ്പും മാർക്ക് ചെയ്യണം. ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് വേസ്റ്റും ഹിപ്പും മാർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 13 ഇഞ്ചസ് വേസ്റ്റും ഹിപ്പ് 19 ഇഞ്ചസുമാണ് വരുന്നത് സ്ലിറ്റ് ലെങ്ത്ത്. അപ്പോൾ അത് രണ്ടും ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം വേസ്റ്റ് നമ്മുടെ ഷേപ്പായി കിടക്കുന്നില്ലേ, നമ്മുടെ ബോഡിയിൽ ഇച്ചിരി വണ്ണം കുറവുള്ളൊരു ഭാഗം, അവിടെയാണ് വേസ്റ്റായിട്ട്. അപ്പോൾ എനിക്ക് വരുന്നത് അവിടുത്തെ 32 ആണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എനിക്ക് 8 ഇഞ്ചസാണ് വരുന്നത്. പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം 40 ആണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10 വരുന്നുണ്ട്. അപ്പോൾ 10 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5 ഇഞ്ചസ് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ആഡ് ചെയ്യണം. അവിടെ 2 ഇഞ്ചസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 1 or 1.5 അത്ര മതി. ഇപ്പോൾ ഇവിടെയും ചിലവർക്ക് 1 ഇഞ്ചസൊക്കെ സീം അലവൻസ് കൊടുക്കാറുള്ളൂ. എൻ്റെ കസ്റ്റമർ നിറയെ തയ്യത്തുമ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ചസ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അവിടെ 11 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അത് തന്നെ നമ്മൾ താഴത്തോട്ട് ഒരു 2 ഇഞ്ച് താഴത്തോട്ടാക്കിയിട്ട് അവിടെയും ഇതേപോലെ 2 ഇഞ്ച് 11 ഇഞ്ചസിന് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇതുപോലെ ഒരു കർവിങ് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നല്ലൊന്ന് വളച്ചെടുക്കുക. മുകളിൽ നിന്ന് താഴത്തേക്ക് 2 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത്. 2 ഇഞ്ച് സ്ട്രെയിറ്റ് വരച്ചു. അതിന് ശേഷം ഒരു കർവിങ് കൊടുത്തു. എന്നിട്ട് വേസ്റ്റിൽ നിന്ന് ഹിപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, അവിടേക്ക്
സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഒന്ന് ജോയിൻറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാനെല്ലാം ഡീറ്റെയിലായി പറയേണ്ട ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരോ വീഡിയോ ഇതുപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അടുത്ത നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ്. എനിക്ക് ടോട്ടൽ നെക്ക് വിത്ത് വരുന്നത് 6 ആണ്. അപ്പോൾ അതിനെ 2 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇഞ്ചസ്. അപ്പോൾ ആ 3 ഇഞ്ചസ് വിത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചസും ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. മാർക്ക് ചെയ്തെല്ലാം കൂടിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണത്. ഇതിന് അത്ര വിലയൊന്നുമില്ല കേട്ടോ, 75 അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉള്ളൂ. നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ആ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടത്തേക്ക് ഇതുപോലെ സ്ലോപ്പ് വരഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തോട്ടേക്കുള്ളത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ എത്ര മാർക്ക് ചെയ്തോ, ഇപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെങ്കിൽ 11 ആണ്. അപ്പോൾ അത്ര തന്നെ ഞാൻ താഴത്തോട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ചെയ്യുന്നത്. ചിലരുടെ കുർത്തിയിലൊക്കെ താഴത്ത് ഇത്തിരി വീതി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോഴത്തെ എല്ലാവരും ഇതുപോലെ തന്നെ പറയാറ്. പിന്നെ ചിലർ മാത്രമേ താഴത്തെ വിത്ത് കൂടുതൽ വേണമെന്ന് പറയാറുള്ളൂ. അപ്പോൾ താഴത്തെ വിത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുക, ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ, 1 ആണോ 1.5 ആണോ സീം എലമെൻറ്റ്സ് കൊടുത്ത് അത്ര തന്നെ താഴെയും കൊടുക്കുക. പിന്നെ ഇതിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു മോഡൽ വേണ്ടതുകൊണ്ട് ഞാൻ ക്യാൻവാസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും നെക്കും ആം ഹോളും ഒക്കെ ആദ്യം ബാക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് കട്ട് ചെയ്യരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ കൂടെ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എല്ലാം എന്തെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒക്കെ കുറവുകളുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞു തരുമ്പോഴേ നമുക്ക് ഓരോന്നും മനസ്സിലാവുള്ളൂ, നമുക്ക് അത് ക്ലിയർ ചെയ്യാനും പറ്റുള്ളൂ. അത് താഴെ വരെ അതേപോലെ നമ്മൾ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യട്ടെ. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ ക്ലാസ്സായിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ നെക്കും നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബാക്ക് നെക്ക് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക, ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്യാൻവാസ് വെച്ച് ഒരു മോഡൽ നെക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നെക്ക് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത അവിടെ നിന്ന് ഒരു താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് നമ്മൾ ജോയിൻറ്റിങ് എത്രയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ചെസ്റ്റിൻ്റെ 4th പാർട്ടില്ലേ അതും. അപ്പോൾ അവിടെ നിന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അളന്നെടുക്കുക കേട്ടോ. ഇതേപോലെ ബാക്ക് ആം ഹോൾ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ 4th പാർട്ട് വരെ മതി. തയ്യത്തും വളക്കണ്ട. അപ്പോൾ എനിക്ക് ബാക്ക് ആം ഹോളിൻ്റെ വരുന്നത് 8 ഇഞ്ചസ് ആണ്. ഇനി ഫ്രണ്ട് ആം ഹോളും അതേപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അളന്നെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇത് യൂസ്ഫുള്ളാവും, അതിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് ബാക്ക് ആം ഹോള് 8ഉം ഫ്രണ്ട് 8.5 വന്നിട്ടുണ്ട്. തയ്യത്തുമ്പോൾ നമ്മൾ 2 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. നല്ല തുണിയും ലൈനിങ്ങും രണ്ടും ബാക്ക് പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് ഒപ്പം വയ്ക്കുക, മെയിൻ ക്ലോത്തും ലൈനിങ്ങും. ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഞാൻ 4 ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്ക് ആം ഹോളും 8ഉം ഫ്രണ്ട് ആം ഹോൾ 8.5 വന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 16.5 വരുന്നത്. എന്നതിന് ശേഷം 16.5ൻ്റെ പാതി വരുന്നത് 8.25 8.25 വരുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക്
ഒരു 3.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. വെറുതെ ഡാർക്കായിട്ടൊന്നും വേണ്ട. എന്നതിന് ശേഷം ആ കോർണറിൽ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ എവിടെയാണോ 8.25 ഇഞ്ച് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ 16.5-ൻ്റെ പകുതിയായിട്ട് എടുത്താണ് 8.25. അപ്പോൾ അത് എവിടെ വരുന്നോ ഈ 3.5 താഴത്തോട്ട് വരുന്നില്ല, അത് എവിടെ കണക്റ്റ് ആവുന്നോ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. സ്ലീവ് കൂടും കുറയും ഒന്നുമില്ല. എന്നിട്ട് ഈ 8.25 എടുത്തില്ലേ അതിൻ്റെ സെൻറ്റർ പോർഷൻ, അപ്പോൾ എനിക്ക് 4ഉം പിന്നെ ഒരു 1 വരുന്നുള്ളൂ. 4 and 1 ആണ് വരുന്നത്. അപ്പം ഞാനത് മാർക്ക് ചെയ്തു. ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കിതും ഈസി ആയിട്ട് വരയ്ക്കാം. ആ മുകളിലത്തെ കോർണറും ഈ സെൻറ്ററും കൂടി കണക്റ്റ് ആവുന്ന പോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അതിനുശേഷം തിരിച്ച് ആം ഹോൾ ഇപ്പം ഇങ്ങനെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് അത് നേരെ റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ 8.25, അതും ആ സെൻറ്ററും കൂടി കണക്റ്റ് ആവുന്ന പോലെ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു മടിയും വേണ്ട. എൻ്റെ വാട്സപ്പ് മെസ്സേജായിട്ട് ചോദിച്ചാലും മതി, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതിയിട്ട് ഞാൻ റിപ്ലൈ തരാം. ഒന്നും കൂടി കാണിക്കുകയാണ്. ഇങ്ങനെ വെച്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നതിന് ശേഷം നേരെ ആ ആം ഹോൾ കർവ് നേരെ തിരിച്ച് വെച്ച് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇത് കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും കറക്റ്റായിട്ട് നമ്മൾ അളന്ന് വെച്ചില്ലായിരുന്നു, അതിൽ അത്ര തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ 2 ഇഞ്ചസാണ് ചുരിദാറിൽ സീം അലവൻസ് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ചസ് അവിടെ എക്സ്ട്രാ കൊടുത്തു. നിങ്ങൾ 1 ആണോ 2 ആണോ എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ കറക്റ്റായി ചെയ്യുക. ഞാൻ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വിത്ത് മാർക്ക് ചെയ്ത് കണക്ട് ചെയ്യണം. എനിക്ക് ടോട്ടൽ കൈൻ്റെ റൗണ്ടിങ് വരുന്നത് 10 ആണ്. അപ്പോൾ ഞാൻ താഴത്ത് 10 / 2 വരുമ്പോൾ 5 + 1 6 അങ്ങനെ താഴത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ കാണുന്നുണ്ടോ, ഇതാണ് ബാക്ക് ആം ഹോൾ. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു നോച്ചസ് ഇട്ട് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്ക് ആം ഹോൾ ആദ്യം ഈ സെൻറ്റർ വരെ കറക്റ്റാണ്. എന്നതിന് ശേഷം മുകളിലത്തെ ഒരു വര ഉണ്ടോ, ആ വരയിൽ കൂടിയാണ് ബാക്ക് ആം ഹോൾ വരുന്നത്. നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് വരെ കറക്റ്റ് ഒപ്പമായിട്ട് കട്ട് ചെയ്യുക. എന്നതിന് ശേഷം മുകളിലത്തെ വരയിൽ കൂടെ കട്ട് ചെയ്യണം. ഇതാണ് ബാക്ക് ആം ഹോൾ. നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ കാണുക. മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. താഴത്തെ 6 ഇഞ്ചസ് 5ൻ്റെ കൂടെ 1 ഇഞ്ചസും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ 6 ഇഞ്ചസാണ് ഞാൻ താഴത്തെ വിത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. എന്നിട്ട് ഞാൻ നല്ല ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന പോലെ വെക്കണം, ഇല്ലെങ്കിൽ ചീത്ത വശങ്ങൾ ചേർന്നിരിക്കുന്ന പോലെ വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ലൈനിങ്ങും 2 പീസസ് ഇതേപോലെ മുകളിൽ വെച്ച് അങ്ങനെ 4 പീസസ്, സ്ലീവ്സിൻ്റെ 2 പീസും ലൈനിങ്ങിൻ്റെ 2 പീസും. സെൻറ്റർ കറക്റ്റാണെന്ന് നോക്കുക. നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ അവിടെ കറക്റ്റാണെന്ന് നോക്കുക. എന്നതിന് ശേഷം ഈ ഫ്രണ്ട് ആം ഹോൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, കുർത്തിയും കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഈസിയായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം.